നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഇടതുകോട്ടയായ പാലക്കാട് ജില്ലയിൽ അടിതെറ്റി LDF. 2 സീറ്റ് ഉണ്ടായിരുന്ന UDF 3 സീറ്റ് കൂടി വർദ്ധിച്ച് നേട്ടം കൊയ്തു. ഭരണവികാരമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDF മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇടതുകോട്ടകളിൽ പോലും കാലിടറുന്ന കാഴ്ച. മന്ത്രി MP രാജേഷ് മത്സരിച്ച തൃത്താലയിലും മന്ത്രി K കൃഷ്ണൻകുട്ടി മത്സരിച്ച ചിറ്റൂരിൽ തിരിച്ചുപിടിച്ചതും LDFന് കനത്ത പ്രഹരം. മുന്നോട്ട് വച്ച രാഷ്ട്രീയ നിലപാട് ജനങ്ങളാകെ അംഗീകരിച്ചുകൊണ്ടതാണ് തനിക്ക് രണ്ടാം വിജയം കൈവരിക്കാനായതെന്ന് P മമ്മിക്കുട്ടി. ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയാണ് ഒറ്റപ്പാലം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതായി K പ്രേംകുമാർ MLA. തൃത്താലയിലെ പരാജയം അംഗീകരിക്കുന്നുവെന്നും വിജയ്ക്ക് താൻ അഭിനന്ദനങ്ങൾ നേരുന്നുവെന്നും MP രാജേഷ്. തൃത്താലയിൽ 5 വർഷക്കാലം സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നും MP രാജേഷ്. സംസ്ഥാനത്തെ UDFൻ്റെ വിജയത്തിനൊപ്പം പാലക്കാടിനെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് രമേശ് പിഷാരടി. സംസ്ഥാനത്തെ UDF തരംഗത്തിൽ ഇളക്കിമറിഞ്ഞപ്പോഴും ചുവപ്പിൻ്റെ കോട്ടയിൽ മാറ്റമില്ലാതെ തരൂർ. സുരേഷ് ഗോപിക്ക് ജനം കൊടുത്ത മറുപടിയാണ് തൻ്റെ വിജയമെന്ന് തൃശ്ശൂരിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി രാജൻ K പല്ലൻ. ഇടതുപക്ഷത്തിൻ്റെ വീഴ്ച പാർട്ടി വിശദമായി പഠിച്ച് തിരുത്തുമെന്നും ആവശ്യമെങ്കിൽ പാർട്ടി തിരുത്തൽ നൽകി മുന്നോട്ടു പോകുമെന്നും തന്നെ വീണ്ടും തെരഞ്ഞെടുത്തത് ചേലക്കര മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദിയുണ്ടെന്നും UR പ്രദീപ് MLA. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് തൃശ്ശൂരിൽ ഫ്ലക്സ് ബോർഡ്. 10 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ് 3ാം തവണയും തൻ്റെ വിജയമെന്ന് മുഹമ്മദ് മുഹ്സിൻ. കഴിഞ്ഞ തവണ താൻ പരാജയപ്പെട്ട വോട്ടിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് തനിക്ക് വിജയിക്കാനായതെന്ന് VT ബൽറാം. ശോചനീയാവസ്ഥ നേരിട്ട ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കാലപ്പഴക്കം കൊണ്ട് ചോർച്ച നേരിട്ട കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ വീണ്ടും കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കി. സിമൻറ്റ് പാളികൾ അടർന്ന ഭാഗത്ത് പ്ലാസ്റ്ററിംഗ്, കെട്ടിടത്തിന് പെയിൻറ്റിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പിലാക്കും. വാരണാസിയിൽ പുതിയ തോട്ടുപാലത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നു. മണ്ണ് പരിശോധന പൂർത്തിയാക്കി പാലത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നതായി അധികൃതർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇടതുകോട്ടയായ പാലക്കാട് ജില്ലയിൽ അടിതെറ്റി LDFന്. 2 സീറ്റ് ഉണ്ടായിരുന്ന UDF 3 സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് നേട്ടം കൊയ്തു. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDF ജില്ലയിൽ മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇടതുകോട്ടകളിൽ പോലും കാലിടറുന്ന കാഴ്ചയാണ് കണ്ടത്. മന്ത്രി MP രാജേഷ് മത്സരിച്ച തൃത്താലയും K കൃഷ്ണൻകുട്ടി മത്സരിച്ച ചിറ്റൂരും UDF തിരിച്ചുപിടിച്ചാണ് LDFനെ കനത്ത പ്രഹരത്തിലാക്കിയത്. ഏത് വികാരത്തിനും ഇളകാത്ത മണ്ഡല രൂപീകരണം തൊട്ട് ഇടതിരെ മാത്രം പിന്തുണച്ച കോങ്ങാടും LDFനെ കൈവിട്ടതോടെ പാർട്ടി വോട്ടുകളിൽ വളരെ ചോർച്ചയുണ്ടായി എന്നത് വ്യക്തം. ഭരണ നേട്ടങ്ങളും LDFന്റെ സംഘടനാശേഷിയും 12 മണ്ഡലമുള്ള പാലക്കാട് 10 സീറ്റ് നിലനിർത്തുമെന്നായിരുന്നു LDF നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എന്നാൽ UDF തരംഗത്തിൽ ജില്ലയിൽ LDFന് 3 സീറ്റുകൾ നഷ്ടമായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിലെ LDF കോട്ടക്കാത്ത് വീണ്ടും P മമ്മിക്കുട്ടി. 16,517 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തൻ്റെ രണ്ടാം വിജയം. മുന്നോട്ട് വച്ച രാഷ്ട്രീയ നിലപാട് ജനങ്ങളാകെ അംഗീകരിച്ചതുകൊണ്ടാണ് തനിക്ക് രണ്ടാം വിജയമുണ്ടായതെന്ന് P മമ്മിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷൊർണൂരിലെ ഇടതുകോട്ട വീണ്ടും കാത്തുസൂക്ഷിച്ച് P മമ്മിക്കുട്ടി വിജയിച്ചു കയറി. കഴിഞ്ഞ തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിച്ച P മമ്മിക്കുട്ടിക്ക് ഇത്തവണ ഭൂരിപക്ഷം കുറയുകയായിരുന്നു. 16,517 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തൻ്റെ രണ്ടാം വിജയമെന്ന് P മമ്മിക്കുട്ടി പറഞ്ഞു. മുന്നോട്ട് വച്ച രാഷ്ട്രീയ നിലപാട് ജനങ്ങളാകെ അംഗീകരിച്ചതുകൊണ്ടാണ് തൻ്റെ രണ്ടാം വിജയമെന്നും P മമ്മിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തരികയും ചെയ്തു. എന്തായാലും ഈ നടന്ന വലിയ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഷൊർണൂരിന് അതിൻ്റെ ചരിത്രവും പാരമ്പര്യവും ആവർത്തിച്ചുകൊണ്ട് തന്നെ ഈ വലിയ രൂപത്തിലുള്ള എന്താണ് പറയുക ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് സംസ്ഥാനത്താകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഷൊർണൂർ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളെല്ലാവരും അതിയായി സന്തോഷിക്കുകയാണ്. ഷൊർണൂരിനെ അതിൻ്റെ ചരിത്രവും പാരമ്പര്യവും ആവർത്തിച്ചുകൊണ്ട് തന്നെ വലിയ വിജയം നേടാനായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായെന്നും P മമ്മിക്കുട്ടി സൂചിപ്പിച്ചു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയാണ് ഒറ്റപ്പാലം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതായി K പ്രേംകുമാർ MLA. കേരളത്തിൽ ഇടതുപക്ഷത്തിനു ഉണ്ടായ തിരിച്ചടി അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നും
കെ പ്രേംകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ മുൻകൈയിലെല്ലാം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. ആ വിധി സമ്മാനിച്ച ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായ ഇടതുപക്ഷത്തെ അഭിമാനകരമായ വിജയത്തിലെത്തിച്ച എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഒറ്റപ്പാലത്തിൻ്റെ മണ്ണ് ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. 1,00,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. തൃത്താലയിലെ പരാജയം അംഗീകരിക്കുന്നുവെന്നും വിജയ്ക്ക് താൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും മുൻമന്ത്രിയും തൃത്താല മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ MP രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്തെ LDFിൻ്റെ പരാജയം അംഗീകരിക്കുന്നു. തൃത്താലയിൽ 5 വർഷക്കാലം സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായെന്നും MP രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. തൃത്താലയിലെ തൻ്റെ പരാജയം അംഗീകരിക്കുന്നു. വിജയിയായ VT ബൽറാമിന് താൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും MP രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്തെ LDFിൻ്റെ പരാജയം അംഗീകരിക്കുന്നതായും രാജേഷ് കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് വിജയിക്ക് ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കും. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ ജയപരാജയങ്ങളുണ്ടാവും. അത് വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. ഞാനിതിനു മുമ്പ് പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്നെ വീണ്ടും ജയിച്ചിട്ടുണ്ട്. തൃത്താലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. അത് ആർക്കും അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. തന്നിലേൽപ്പിച്ച ചുമതല ഭംഗിയായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും MP രാജേഷ് പറഞ്ഞു. പിന്നെ തൃത്താലയുടെ കാര്യത്തിലാണെങ്കിൽ 5 വർഷം തൃത്താലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ അടയാളങ്ങൾ ആർക്കും തമസ്കരിക്കാനോ മായ്ച്ചു കളയാനോ കഴിയാത്തതാണ്. അപ്പോൾ തൃത്താല ഏൽപ്പിച്ച ചുമതല അന്തസ്സായി തന്നെ നിറവേറ്റിയെന്ന അഭിമാനത്തോടെയാണ് ജനവിധി മാനിച്ച് ചുമതലയൊഴിയുന്നത്. ജനവിധിയാണ്, ബാക്കി കാലം തെളിയിക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. സംസ്ഥാനത്തെ UDFിൻ്റെ വിജയത്തിനൊപ്പം പാലക്കാടിനെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. പാലക്കാട് മണ്ഡലത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ വിവാദങ്ങളെ തള്ളിക്കളഞ്ഞെന്നും രമേശ് പിഷാരടി മാധ്യമങ്ങളോട് പറഞ്ഞു. സന്തോഷമാണ്, കാത്തിരുന്ന ഒരു ദിവസമാണെന്ന് തന്നെ പറയാം. ഒരു സംസ്ഥാനം നമ്മൾ 10 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടും ജനങ്ങൾ നമുക്ക് വീണ്ടും നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നതും കണ്ട ഒരു ദിവസമാണെന്ന് വലിയ സന്തോഷം. കേരളത്തിൻ്റെ ഈ മഹാവിജയത്തിനോടൊപ്പം പാലക്കാടിനെ കൂടെ ചേർത്ത് നിർത്തിയതിന് പാലക്കാടിനെ ജനങ്ങളുടെ കൂടെ. സംസ്ഥാനത്തെ UDF തരംഗത്തിൽ ഇളക്കി മറിഞ്ഞപ്പോൾ ചുവപ്പിൻ്റെ കോട്ടയിൽ മാറ്റമില്ലാതെ തരൂർ മണ്ഡലം. സിറ്റിംഗ് MLA കൂടിയായ PP സുമോദ് 11,910 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ വിജയിച്ചത്. എന്നാൽ 2021-ൽ 24,531 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച PP സുമോദിൻ്റെ ലീഡ് കുറഞ്ഞത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. മുഹമ്മദ് മുഹസിനെ കൈവിടാതെ പട്ടാമ്പി മണ്ഡലം. LDFിന് ഇത്തവണയും മിന്നും വിജയം. 3-ാം അംഗത്തിൽ 9,442 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ്റെ വിജയം. 10 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളാകെ അംഗീകരിച്ചതുകൊണ്ടാണ് 3-ാം തവണയും തനിക്ക് വിജയിക്കാനായതെന്ന് മുഹമ്മദ് മുഹസിൻ പറഞ്ഞു. തൃത്താലയിൽ UDFിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് ഉണ്ടായതെന്ന് VT ബൽറാം. കഴിഞ്ഞ തവണ താൻ പരാജയപ്പെട്ട വോട്ടിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിന് ഇത്തവണ തനിക്ക് വിജയിക്കാനായെന്നും ബൽറാം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ UDFിന് മികച്ച വിജയം കൈവരിക്കാനെന്നും UDF സ്ഥാനാർത്ഥിയായ VT ബൽറാം പറഞ്ഞു. സുരേഷ് ഗോപിക്ക് ജനം കൊടുത്ത മറുപടിയാണ് തൻ്റെ വിജയമെന്ന് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ K. പല്ലൻ. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച തൃശ്ശൂരിലെ ജനങ്ങളെ സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കിയില്ല എന്നതുകൊണ്ടാണ് BJP 3-ാം സ്ഥാനത്തേക്ക് പോയതെന്നും രാജൻ K. പല്ലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അല്ല, തൃശ്ശൂർ ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ ജനത തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജനതയോട് പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതൽ ലഭിച്ച ലീഡ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ ലഭിച്ച ലീഡ് എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. തൃശ്ശൂരിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ ചേലക്കര LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ഇടതുപക്ഷത്തിൻ്റെ വീഴ്ച പാർട്ടി വിശദമായി പഠിച്ച് തിരുത്തുമെന്നും ആവശ്യമെങ്കിൽ പാർട്ടി തിരുത്തൽ നൽകി മുന്നോട്ട് പോകുമെന്നും UR പ്രദീപ് പറഞ്ഞു.
ചേലക്കരയുടെ സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷവും നന്ദിയും എല്ലാ വോട്ടർമാരോടും അറിയിക്കാനുണ്ട്. ചേലക്കരയിലെ പ്രിയപ്പെട്ട വോട്ടർമാർ, നിങ്ങൾ വെച്ച വിശ്വാസം തകരാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കും. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതീക്ഷ കളയാത്ത രീതിയിൽ നല്ല ഇടപെടൽ ഇനിയുള്ള 5 കാലം ഉണ്ടാവും. അതിന് എല്ലാ വോട്ടർമാരോടും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട വോട്ടർമാരോടും നന്ദിയും കടപ്പാടും എല്ലാം അറിയിക്കുകയാണ്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് തൃശ്ശൂരിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. സ്വരാജ് റൗണ്ടിൽ നായ്ക്കനാൽ ജംഗ്ഷനിലാണ് KC അനുകൂലികൾ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ശോചനീയാവസ്ഥ നേരിട്ട ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ AEO ഓഫീസ് ഉൾപ്പെടുന്ന കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കാലപ്പഴക്കം കൊണ്ട് ചോർച്ച നേരിട്ട കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ വീണ്ടും കോൺക്രീറ്റ് പ്രവൃത്തികൾ നടപ്പാക്കി. സിമൻറ്റ് പാളികൾ അടർന്നു വീണ ഭാഗത്ത് പ്ലാസ്റ്ററിംഗ്, കെട്ടിടത്തിന് പെയിൻറ്റിംഗ് എന്നീ പ്രവർത്തനങ്ങളും ഉടൻ നടപ്പാക്കാനുണ്ട്. 1960 സ്ഥാപിതമായതാണ് ഈ കാണുന്ന ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉൾപ്പെടുന്ന ഈ കെട്ടിടം താഴത്തെ നിലയിൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറും മുകളിലെ നിലയിൽ AEO ഓഫീസുമായാണ് പ്രവർത്തനം. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് കെട്ടിടം ഇപ്പോൾ ശോചനീയാവസ്ഥയിലായിട്ടുണ്ട്. ശോചനീയാവസ്ഥ നേരിടുന്ന വിഷയം ഒരാഴ്ച മുൻപ് STV റിപ്പോർട്ട് ചെയ്തിരുന്നു. ജില്ലയ്ക്ക് അകത്തും പുറത്തേക്കുമായി പാഠപുസ്തകങ്ങൾ സൂക്ഷിച്ച് വിതരണം നടത്താനായാണ് ഈ കെട്ടിടം നേരത്തെ പണി കഴിപ്പിച്ചിരുന്നത്. സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറിന് മുകളിൽ കുറച്ചു ഭാഗം മാത്രമേ AEO ഓഫീസ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഭാഗത്തും 2ാം നില കെട്ടിടമില്ല. ആ ഭാഗങ്ങളിലാണ് മഴക്കാല സമയങ്ങളിൽ ചോർച്ച അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് സ്ലാബിലെ സിമന്റ് പാളികൾ നിലം പതിച്ച നിലയിലായിരുന്നു. അതിനാൽ കുറച്ചു വർഷമായി ഈ ഭാഗങ്ങളിൽ പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു. ശോചനീയാവസ്ഥ നേരിട്ട വിവരം അധികൃതർ നേരത്തെ മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. ചോർച്ച നേരിട്ട കോൺക്രീറ്റ് സ്ലാബിന്റെ മുകളിലായി വീണ്ടും കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുമൂലം ചോർച്ച തടയാനാകും. ഇനി സിമന്റ് പാളികൾ അടർന്നു വീണ ഭാഗങ്ങളിൽ സിമന്റ് പ്ലാസ്റ്ററിംഗ് നടത്തും. കൂടാതെ കെട്ടിടത്തിന് പെയിന്റിംഗ് പ്രവൃത്തികളും ഉടൻ തന്നെ നടപ്പാക്കും. അത്തരത്തിൽ നിലവിലെ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാരണാസിയിൽ പുതിയ തോട്ടുപാലത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നു. മണ്ണ് പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം പാലത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. വാരണാസി പ്രദേശത്തെയും കുമ്പാരംകട്ടി പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് തോട്ടുപാലം നിർമ്മിക്കുന്നത്. വാരണാസി കുമ്പാരംകട്ടി പ്രദേശത്തുള്ളവർക്ക് കാൽനടയായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് തോടിനു കുറുകെ തോട്ടുപാലം നിർമ്മിക്കുന്നത്. ഈ പ്രദേശത്തുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പമാർഗം പ്രവേശിക്കുന്നതിനു വേണ്ടിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിനാവശ്യമായ പില്ലറുകൾ നിർമ്മിക്കുന്നതിനായി മണ്ണ് പരിശോധന നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഡിസൈൻ വിങ്ങിലേക്ക് റിപ്പോർട്ട് നൽകിയ ശേഷം പാലത്തിന്റെ പ്ലാൻ ഉടൻ തന്നെ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നതായി AE അറിയിച്ചു. തോട്ടുപാലത്തിന് ആകെ 3 തൂണുകൾ ഉണ്ടായിരിക്കും. നടുഭാഗം ഉയർന്ന് മറ്റു 2 വശങ്ങളിലേക്കും താഴ്ന്ന രൂപത്തിലാണ് പ്ലാൻ തയ്യാറാക്കുന്നത്. മഴക്കാലത്ത് ശക്തമായ ഒഴുക്ക് വരുമ്പോൾ തോട്ടുപാലം മുങ്ങാതിരിക്കാനാണ് നടുഭാഗം ഉയർത്തി നിർമ്മിക്കുന്നത്. പാലത്തിന്റെ പ്ലാൻ കിട്ടിയാൽ ഉടൻ തന്നെ തൂണിനാവശ്യമായ കുഴികളെടുക്കുന്ന നടപടികളിലേക്ക് കടക്കും. പട്ടാമ്പി MLA മുഹമ്മദ് മൂസിന്റെ ഇടപെടലിനെ തുടർന്നാണ് വാരണാസിയിൽ തോട്ടുപാലം നിർമ്മിക്കാൻ നേരത്തെ അനുമതി ലഭിച്ചത്. ഇതുപ്രകാരം മുഹമ്മദ് മൂസിൻ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സമീപവാസികൾ എന്നിവർ നേരത്തെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുകോട്ടയായ പാലക്കാട് ജില്ലയിൽ അടിതെറ്റി LDF. 2 സീറ്റ് ഉണ്ടായിരുന്ന UDF 3 സീറ്റ് കൂടി വർദ്ധിച്ച് നേട്ടം കൊയ്തു. ഭരണവികാരമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDF മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇടതുകോട്ടകളിൽ പോലും കാലിടറുന്ന കാഴ്ച. മന്ത്രി MB രാജേഷ് മത്സരിച്ച തൃത്താലയിലും മന്ത്രി K കൃഷ്ണൻകുട്ടി മത്സരിച്ച ചിറ്റൂരിൽ തിരിച്ചുപിടിച്ചതും LDFന് കനത്ത പ്രഹരം. മുന്നോട്ട് വച്ച രാഷ്ട്രീയ നിലപാട് ജനങ്ങളാകെ അംഗീകരിച്ചുകൊണ്ടതാണ് തനിക്ക് 2ാം വിജയം കൈവരിക്കാനായതെന്ന് P മമ്മിക്കുട്ടി. ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയാണ് ഒറ്റപ്പാലം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതായി K പ്രേംകുമാർ MLA. തൃത്താലയിലെ പരാജയം അംഗീകരിക്കുന്നുവെന്നും വിജയ്ക്ക് താൻ അഭിനന്ദനങ്ങൾ നേരുന്നുവെന്നും MB രാജേഷ്. തൃത്താലയിൽ 5 വർഷക്കാലം സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നും MB രാജേഷ്. സംസ്ഥാനത്തെ UDFന്റെ വിജയത്തിനൊപ്പം പാലക്കാടിനെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് രമേശ് പിഷാരടി. സംസ്ഥാനത്തെ UDF തരംഗത്തിൽ ഇളക്കിമറിഞ്ഞപ്പോഴും ചുവപ്പിൻ്റെ കോട്ടയിൽ
മാറ്റമില്ലാതെ തരൂർ. സുരേഷ് ഗോപിക്ക് ജനം കൊടുത്ത മറുപടിയാണ് തന്റെ വിജയമെന്ന് തൃശൂരിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി രാജൻ കെ പല്ലൻ. ഇടതുപക്ഷത്തിന്റെ വീഴ്ച പാർട്ടി വിശദമായി പഠിച്ച് തിരുത്തുമെന്നും ആവശ്യമെങ്കിൽ പാർട്ടി തിരുത്തൽ നൽകി മുന്നോട്ടു പോകുമെന്നും തന്നെ വീണ്ടും തെരഞ്ഞെടുത്തത് ചേലക്കര മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദിയുണ്ടെന്നും UR പ്രദീപ് MLA. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് തൃശൂരിൽ ഫ്ലക്സ് ബോർഡ്. 10 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ് മൂന്നാം തവണയും തന്റെ വിജയമെന്ന് മുഹമ്മദ് മുഹ്സിൻ. കഴിഞ്ഞ തവണ താൻ പരാജയപ്പെട്ട വോട്ടിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് തനിക്ക് വിജയിക്കാനായതെന്ന് VT ബൽറാം. ശോചനീയാവസ്ഥ നേരിട്ട ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കാലപ്പഴക്കം കൊണ്ട് ചോർച്ച നേരിട്ട കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ വീണ്ടും കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കി. സിമന്റ് പാളികൾ അടർന്ന ഭാഗത്ത് പ്ലാസ്റ്ററിംഗ്, കെട്ടിടത്തിന് പെയിന്റിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പിലാക്കും. വാരണാസിയിൽ പുതിയ തോട്ടുപാലത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നു. മണ്ണ് പരിശോധന പൂർത്തിയാക്കി പാലത്തിന്റെ പ്ലാൻ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നതായി അധികൃതർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.